ഹായ് വെൽക്കം ടു fscookeryvlogs. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പനീർ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. വെജുകാർക്കും നോൺ വെജുകാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പനീർ 65. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാമോളം പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പനീറിനെ ഞാനിവിടെ 16 പീസായിട്ടാണ് കേട്ടോ മുറിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനേക്കാളും ചെറിയ പീസിൽ മുറിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ചെറിയ പീസാണെങ്കിൽ ഫ്രൈ ആക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കുമേ. ഇനി ഇതിൻ്റെ ബാറ്റർ പ്രിപ്പറേഷനാണേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടിയില്ലേ, ക്യൂമിൻ സീഡിൻ്റെ പൗഡർ, അത് മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഇത്രയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീര് ഇതിന് കുറച്ച് മുമ്പോട്ട് നിൽക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും, പിന്നെ കുറച്ച് കോൺഫ്ലവർ, അരിപ്പൊടി. അത് ഏത് അരിപ്പൊടിയായാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഉരട്ടിക്ക് എടുക്കുന്നതായാലും കുഴപ്പമില്ല, ഇടിയപ്പത്തിന് എടുക്കുന്നതായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇടണം കേട്ടോ. അത്രയും മാത്രം മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാവേ. ബാറ്റർ ഒരുപാട് ലൂസായിട്ട് പോകണ്ട. പനീറിനെ കോട്ട് ചെയ്ത് നിർത്താൻ പറ്റണം. ആ ഒരു രീതിയിലുള്ള ബാറ്റർ മാത്രം മതി. ബാറ്റർ ഒരുപാട് ലൂസായി പോയാൽ ഈ നമ്മുടെ എണ്ണയിലോട്ട് പനീർ ഇടുന്ന സമയത്ത് ഇതിൻ്റെ ബാറ്റർ സെപ്പറേറ്റും പനീർ സെപ്പറേറ്റും ആയിട്ട് മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ പനീർ 65 ഒട്ടും തന്നെ ശരിയാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഞാൻ എല്ലാ പനീറും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ പതുക്കെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനേ. ഇല്ലെന്നുണ്ടെങ്കിൽ പനീർ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇത് നമ്മൾ കുറച്ച് നേരം മാറ്റി വയ്ക്കേണ്ടതെന്ന് ഒരാവശ്യമില്ല. അരപ്പ് പുരട്ടി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അപ്പം തന്നെ നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. കുറച്ച് എണ്ണ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അത്രയും എണ്ണ തന്നെ ലാസ്റ്റിലും അതേപോലെ തന്നെ ഉണ്ടാവും. ഇത് ഒരിക്കലും എണ്ണ കുടിക്കുന്ന ഒരു റെസിപ്പി അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ചെയ്തെടുക്കാവേ. അപ്പം ഞാനിതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അതിന് മുമ്പേ തന്നെ ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ള് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ മറിച്ചിട്ടിട്ട് മറു സൈഡും കൂടെ റെഡിയാക്കിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെയാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. നല്ല ടേസ്റ്റാണ്. ഇതൊരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്. അല്ലാണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഒരു സൈഡ് ഡിഷായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഇത് വറുത്തെടുത്തത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതെല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.